നമസ്കാരം. തീർത്ഥയാത്രയിലെ മറ്റൊരു വിശേഷപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധി തവണ ഞാൻ ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച്, പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അവിടുത്തെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു പുതിയ ആകർഷകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു ഉദ്യാനം ഉണ്ടാക്കിയിരിക്കും. ഉദ്യാനം എന്നാണ്, പാർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഉദ്യാനം. അപ്പോൾ ഇത് ഇവിടെ നക്ഷത്ര വൃക്ഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു പാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഉദ്യാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നക്ഷത്ര വൃക്ഷങ്ങളും നേരത്തെ തന്നെ അവർ പരിപാലിച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് വന്നപ്പോഴൊക്കെ ഈ വൃക്ഷങ്ങളൊക്കെ സംരക്ഷിക്കാതെ, പഴയ അവർ സംരക്ഷിച്ച് വെച്ചിരുന്ന ചുറ്റ് ഒക്കെ പോയി കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ മനോഹരമാക്കി. ഇത് ഉദ്ഘാടന ദിവസം വളരെ ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ വളരെ ഭംഗിയായിരുന്നു. ഇനിയിപ്പോൾ ഉത്സവം വരുമ്പോഴത്തേനും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് തന്നെ ഒരു വലിയ കാഴ്ചയാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഈ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. 27 നക്ഷത്രങ്ങളിലെയും അവരുടെ നക്ഷത്ര വൃക്ഷങ്ങൾ ഒരു ഉദ്യാനം എന്നുള്ള രീതിയിൽ സംരക്ഷിക്കുക. ഇവിടെ നമുക്ക് വന്ന് വിശ്രമിക്കാനുള്ള കസേരകളുണ്ട്. അതെല്ലാം കല്ലിൽ തീർത്താണ്. കല്ലിൽ തീർത്ത ചുറ്റ് ഓരോ വൃക്ഷത്തിനും ഒരു പീഠം എന്ന പോലെ, ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ എന്ന പോലെ അവർ ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയുണ്ട്. നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് കരിമ്പന. തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇതിവിടെ അശ്വതി, കാഞ്ഞിരം വൃക്ഷമാണ് അശ്വതിക്കാരുടെ. അങ്ങനെ ഓരോ വൃക്ഷത്തിൻ്റെയും ഈ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇത് തെക്ക് കിഴക്ക് മൂലയാണ്. ഇവിടെ ഉത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തിയാണ് ഉത്രംകാരുടെ വൃക്ഷം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം നക്ഷത്രവനം എന്ന് നല്ലൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ആർച്ച്. ആർച്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് കയറിയാൽ അത് ഉത്രം, ഇത് അശ്വതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു ചുറ്റുപോലെ ഇട്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്ന് എല്ലാ വൃക്ഷങ്ങളും കാണാം. ഇത് അത്തം നക്ഷത്രക്കാരുടെ അമ്പഴം എന്ന വൃക്ഷമാണ്. അമ്പഴം. ഇത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വെട്ടി എന്ന വൃക്ഷമാണ്. ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ എരിക്ക് വൃക്ഷമാണ്. ഇത് കൂവളമാണ്. അത് പോയിട്ട് പിന്നെ അവർ നട്ടു പിടിപ്പിക്കുകയാണ്. ഇത് മുളയാണ്. പുണർന്ന നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇത് വിശാഖം നക്ഷത്രക്കാരുടെ വയ്യങ്കത നക്ഷത്രമാണ്, നക്ഷത്രവൃക്ഷമാണ് വയ്യങ്കത. ഇത് മൂലം നക്ഷത്രക്കാരുടെ പൈൻ വൃക്ഷമാണ്, മൂലം നക്ഷത്രം. ഇത് ചതയൻ നക്ഷത്രക്കാരുടെ കടമ്പ് വൃക്ഷമാണ്. അത്യപൂർവമായിട്ടുള്ള ഇത്. എല്ലാ നക്ഷത്ര വൃക്ഷങ്ങളും വളരെ ഔഷധ ഗുണമുള്ളതാണ്. എന്നാൽ ചതയൻ നക്ഷത്രക്കാരുടെ കടമ്പ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇത് ഇവിടെ വളരെ വലിയൊരു വൃക്ഷമായിട്ട് മാറി വളരെ ഭംഗിയുണ്ട്. ഇത് മുളയാണ്. ഇത് വഞ്ചി, പൂരാട നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇതിൽ പൂത്ത് നിൽക്കുകയാണ്. വഞ്ചി പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇത് കരിമരമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇത് വഗ്നി എന്ന് പറയുന്ന ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചമത വഗ്നിയാണ്. അത് ഔട്ട നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇവിടെയും ഇതും വലിയ വൃക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ വൃക്ഷം അത്തിയാണ്. ഇത് വലിയ, അതായത് ഇത് ബനിയൻ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ആൽ വൃക്ഷമാണ്. അത്തി ആലിൻ്റെ ഗണത്തിലുള്ള നാൽപ്പാമരത്തിലുള്ളതാണ്. ഇവിടുത്തെ അത്തി പോയിട്ട് അത് ഇപ്പോൾ വീണ്ടും നട്ട് കൊണ്ടുവരികയാണ്. അനിഴം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇലഞ്ഞിയാണ്. ഇലഞ്ഞി. ഇത് പേരാലാണ്. ഇത് എല്ലാം ഒരേപോലെ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളാണെങ്കിലും ഈ പേരാലൊക്കെ വലിയ വൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്.
ഇത് ചോതി നക്ഷത്രക്കാരുടെ നീർമരുതാണ്. ഇത് കണ്ടില്ലേ, വലിയ വൃക്ഷമായിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് നട്ടതാണെങ്കിലും ഇതൊക്കെ വലിയ വൃക്ഷമായി. ഇത് ആയില്യ നക്ഷത്രക്കാരുടെ നാഗമരമാണ്. ഇതിന് ആയില്യ നക്ഷത്രക്കാരുടെ വൃക്ഷത്തിൽ അശോകം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് നാഗം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ചെറിയ പോയിട്ട് പിന്നെയും നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പ്ലാശാണ്. ഇത് പൂരം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന വൃക്ഷമാണ്. അത്യാവശ്യം ചെറിയ വലിപ്പമുണ്ട്. വലിയ വട്ട ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് രേവതി നക്ഷത്രക്കാരുടെ ഇരിപ്പ എന്ന വൃക്ഷമാണ്. ഇലിപ്പ എന്നും ഇതിന് പേരുണ്ട്. ഇത് വലിയ വൃക്ഷമാണ്. വലിയ വൃക്ഷമാകുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇത് ചെറുതാണ്. ഇത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്, തേന്മാവ്. ഇത് ഉത്രാട നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ്, പ്ലാവ്. ഇത് രോഹിണിക്കാരുടെ വൃക്ഷമാണ്, ഞാവൽ. ഇതും അത്യാവശ്യം വലിപ്പമൊക്കെ ആയി. ഇത് ഭരണി നക്ഷത്രത്തിൻ്റെ നെല്ലിയാണ്, നെല്ലി വൃക്ഷമാണ്. ഇത് മകയിര നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്, കരിങ്ങാലി. കരിങ്ങാലി നമ്മളൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന വൃക്ഷമാണ്. എല്ലാ ഔഷധച്ചെടിയാണല്ലോ. ഏറ്റവും നടുക്കായിട്ട് അരയാലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ പുളിയൊക്കെ കിളിച്ചു വന്നിട്ടുണ്ട്, തന്നെ കിളിച്ചാണ്. അരയാൽ വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല, എന്നാലും ഇതിൻ്റെ സെൻറ്ററായിട്ട് അരയാലിനെ ആണ് അവർ വെച്ചിരിക്കുന്നത്. അരയാൽ പൂയ നക്ഷത്രക്കാരുടെ വൃക്ഷമാണ്. ഇവിടെ നിന്ന് ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുമ്പോൾ നടുക്ക് ഒരുപാട് സ്ഥലം ഇട്ടിട്ടുണ്ട്. നടുക്കൊരു ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ 4 വശവും ഇങ്ങനെ അതിർത്തിക്കാണ് എല്ലാ വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇതുപോലൊരു മനോഹരമായിട്ടുള്ള പാർക്കാണ്. ഇടയ്ക്കൊരു ചെറിയ ചെറിയ അതായത് ചെടികൾ നട്ടുപിടിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ ഒരു അരമണിക്കൂറെങ്കിലും വന്നിരിക്കുക. ഇത് വടക്ക് കിഴക്ക് മൂലയാണ്. ഇവിടെ ഉത്രട്ടാതി ഇങ്ങനെ തുടങ്ങി ഇവിടെ ഗേറ്റും കടന്ന് അവിടെ ഇങ്ങനെ ക്രമത്തിലല്ല ഇത് പോയേക്കുന്നത്. ഇത്രയും വിശാലമായിട്ട് കിടക്കുകയാണ് സ്ഥലം. വളരെ നല്ലൊരു പാർക്ക് പോലെ ഒരു ഉദ്യാനം, മനോഹരമായ ഒരു ഉദ്യാനം. ഇത്രയും മികച്ച ഒരു സംവിധാനത്തിൽ ഇത്രയും കരിങ്കല്ല് കൊണ്ട് ഒരു ചെറിയ ഉപാലയം, ക്ഷേത്രാലയം പോലെ ചെയ്ത് ഓരോ വൃക്ഷത്തെയും സംരക്ഷിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ഭരണസമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരിത് ആരംഭിച്ചെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഫലപ്രാപ്തിയിലെത്തിയത്. എല്ലാവിധ ആശംസകളും. ഇത് പടിഞ്ഞാറ് ആർച്ചാണ്. അപ്പോൾ ഇത് കിഴക്കും പടിഞ്ഞാറും ഇതേപോലെ ഒരു വലിയ ആർച്ച് നല്ല ചുവപ്പ് കളറിൽ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എൻട്രൻസ്. കിഴക്കും ഇതേപോലെ ഒരു ആർച്ചുണ്ട്. കാവാണ് എനിക്ക് പുറകിൽ കാണുന്നത്. കാവിൻ്റെ തെക്ക് വശത്തായിട്ടാണിത്. അതിൻ്റെ തെക്ക് വശത്തായിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം വരെ ആൾക്കാർ ചെരുപ്പിട്ടുകൊണ്ട് വരും. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെയാണോ വണ്ടി വെക്കുന്നത് അവിടെ ചെരുപ്പിട്ടിട്ടാണ് വരുന്നത്. അത് ഭക്തജനങ്ങളെ സത്യത്തിൽ അതൊന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇതിനകത്തൊക്കെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇത് എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ നോക്കുക. നമ്മളിത് പുണ്യ പരിപാവനമായിട്ട് കരുതുന്ന സ്ഥലങ്ങളിലൊക്കെ പാദരക്ഷകൾ കഴിവതും ഒഴിവാക്കുക. ചെട്ടുളങ്ങര ദേവീക്ഷേത്രത്തിൽ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂജാ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ നക്ഷത്ര വൃക്ഷങ്ങൾ അവിടെ പ്രസാദമായിട്ട് നൽകിയിരുന്നു. കോടിയാർച്ചനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നക്ഷത്ര വൃക്ഷങ്ങളെക്കുറിച്ച് വളരെ നല്ല പഠനം നടത്തി ഈ വൃക്ഷങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്ന് ഗ്രഹിക്കാനായിട്ട് സാധിച്ചു. അന്ന് 50,000-ഓളം വൃക്ഷങ്ങൾ, 1 ലക്ഷമാണ് ലക്ഷ്യം വെച്ചെങ്കിലും 50,000-ഓളം വൃക്ഷങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു.
അന്ന് തുടങ്ങിയ ആ നക്ഷത്ര വൃക്ഷങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്ര വനത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്. എന്തായാലും ഇത്രയും നല്ല രീതിയിൽ ഇത് ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള കാഴ്ചകളും കാണാം.